അപ്പോൾ എല്ലാവരും വിചാരിക്കും അമ്മയും മക്കളും കൂടെ രാവിലെ എങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു സമയം രാവിലെ 9 മണി ആയിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് പിള്ളേർക്ക് അവധിയല്ലേ. അപ്പോൾ ഓർക്കുന്ന പിള്ളേരെയും കൊണ്ട് ഒരു പാർക്കിൽ പോകണം. അപ്പോൾ എല്ലാവർക്കും പ്രഭാസ് ഹോം ആൻഡ് ഗാർഡൻ്റെ നെക്സ്റ്റ് ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, നമ്മൾ പോകുന്നത് ഇവിടെ കസൂല പവർ ഹൗസ് പാർക്കുണ്ട്. അത് ഈയിടെ പുതുതായിട്ടുണ്ടാക്കിയതാണ്. നല്ല രസമാണ് കാണാൻ കേട്ടോ. നമുക്ക് അവിടെ ഒക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അതൊരു അറിവാകും. ഒക്കെ ഇങ്ങനെ ഒരു പാർക്ക് അവിടെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകാൻ പറ്റും വീക്കെൻഡ്. അപ്പോൾ നമുക്ക് പോകാം. എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ചെറിയ ചെറിയ ആൾക്കാർക്കൊന്ന് ബർത്ത്ഡേയുടെ ആഘോഷങ്ങളൊക്കെ പിള്ളേരുടെ വന്ന് ഇവിടെ വന്ന് നടത്തും. നമുക്കിപ്പോൾ പിള്ളേരുടെ ബർത്ത്ഡേ ആണെങ്കിൽ നമുക്ക് മറ്റുള്ള പിള്ളേരെയൊക്കെ ഇവിടെ ക്ഷണിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു പാർട്ടിയൊക്കെ ഇവിടെ വന്ന് അറേഞ്ച് ചെയ്യാം. സോ അങ്ങനത്തെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത കാണാം. ഇഷ്ടമുള്ള കാര്യം പിന്നെ പാർക്ക് വരുന്നവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. ആരും ദൂരെയൊന്നും പോകേണ്ട, ഇവിടെ തന്നെ ടോയ്ലറ്റും കാര്യം എല്ലാം ഉണ്ട്. ഇത് നമുക്കൊക്കെ വന്ന് എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യമാണ് കേട്ടോ. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എന്നിട്ട് ഇതിലെ കൂടെ ഇതിലെല്ലാം കയറാറുണ്ട് കേട്ടോ. ചാടാനും ഓടാനും അതൊക്കെ എല്ലാ സൗകര്യങ്ങളും രക്ഷയില്ല. ഓക്കെ, ഇത് എന്നെപ്പോലെ ഭയങ്കര ചാട്ടം ഓട്ടോ ഇഷ്ടമുള്ളവർക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാട്ടം ഓട്ടോ. അപ്പോൾ ഞാനിവിടെ വന്ന് കൂടുതൽ ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ഇതാണ്. നമുക്കൊന്ന് ചാടി നോക്കാം. ഇത് നമ്മുടെ ഹഡിൽസ് ഉണ്ട്. ഹഡിൽസ് ഇല്ല അല്ലേ. പാർക്ക് ഒന്ന് പാക്ഡായി. കുറേ പേരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് നടക്കുന്നു. പിന്നെ പിള്ളേരല്ല ഇതിൽ ഓടി നടക്കുന്നു. അപ്പം നമുക്ക് സ്കൂട്ടർ ഓടിക്കുക. ഇതിനാ സ്കൂട്ടർ എന്ന് ഇവിടെ പറഞ്ഞു കേട്ടോ. നമ്മളത് എനിക്കറിയില്ല, നാട്ടിലെന്ന് പറയുന്നത് എനിക്കറിയില്ല. സോ ഇത് പിള്ളേരുടെ സ്കൂട്ടറാണ്. പക്ഷേ ഞാനും ഇത് ഓടിക്കാറുണ്ട്. അപ്പോൾ ഓടിക്കാം. ഇതിന് നല്ല നമുക്ക് ബാലൻസ് ഉണ്ടല്ലോ. താഴെ കിടക്കും. ഓക്കെ, സോ ഇനി നമുക്ക് അഡൾട്ട്സിൻ്റെ ഫിറ്റ്നസ് ഏരിയയിലോട്ട് പോകും. ഇതെല്ലാം ഫ്രീ ആട്ടോ. ഇത് പാർക്കിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഒരാളെ നമ്മുടെ പെറ്റ്സിനുള്ള ഏരിയ ഉണ്ട്. അപ്പം നമുക്ക് ഡോഗ്സൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അതിനെ വീട്ടിൽ തന്നെ പൂട്ടിയിട്ട് അതിനും ഒരു ഓടിയൊക്കെ നടക്കട്ടെ. അപ്പം അതിനു വേണ്ടി ഇവിടെ ഡോഗ് പാർക്കുണ്ട്. അപ്പോൾ ആൾക്കാർ ഡോഗ് പാർക്കിൽ വന്നിട്ട് പട്ടീനെ ചങ്ങലിൽ നിന്ന് അഴിച്ചു വിടും. എന്നിട്ട് അതിലെ കൂടെ ഓടി നടക്കാം. എന്നിട്ട് അവരുടെ ആൾക്കാർ അവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ വീട്ടിൽ നിന്നുള്ളൊരു കുറേ ഡോഗ്സ് കാണും. അപ്പോൾ അവർക്കതൊരു അവർക്കൊരു സന്തോഷം. നല്ല എക്സസൈസ് കേട്ടോ, അടിപൊളിയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെയ്യാൻ പറ്റും. എപ്പോഴും കാര്യങ്ങൾ മറന്നു വെച്ചത് ചെയ്യുമ്പോൾ ഒന്നൊന്നുമല്ല ചേച്ചി കണ്ടോ. കാലെടുക്കാം. അപ്പോൾ പിള്ളേർക്കുള്ള എക്സസൈസ് അല്ലെങ്കിൽ പിള്ളേർ ഓടിയൊക്കെ ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കുടിക്കാനുണ്ട്. പിന്നെ ബോട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ഫിൽറ്റേർഡ് വാട്ടർ റീഫിൽ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുപ്പിയായിട്ട് വന്നാലും മതി. വെള്ളം പിടിച്ച് കുടിച്ചിട്ട് വീണ്ടും എക്സസൈസ് ചെയ്യാം. അപ്പോൾ പിള്ളേരെല്ലാം വെള്ളം കുടിക്കാൻ അവരോടി ചാടി ക്ഷീണിച്ച് നമ്മളൊന്നും വലിച്ചെറിയാതെ ഇവിടെ നീറ്റാക്കി വെക്കാൻ വേണ്ടി റീസൈക്കിൾ ചെയ്യുന്നതിൻ്റെ ഉണ്ട്, അല്ലാതെ ലാൻഡ് ഫില്ലിലേക്ക് പോകുന്നതിൻ്റെ ഉണ്ട്. അപ്പോൾ എല്ലാ രണ്ട് രീതിയിലുള്ള റെഡ് ബീനും ഉണ്ട്, യെല്ലോ ബീനും ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്കിവിടെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. ആരും അങ്ങനെ വലിച്ചൊന്നും ഞങ്ങളിവിടെ അങ്ങനെ വന്നിട്ടില്ല. ഇവിടുത്തെ കാണാൻ വന്നിട്ടില്ല. ആൾക്കാരിങ്ങനെ ചൂണ്ടൊക്കെ ഇടുന്നുണ്ട്. നമുക്കൊരു ദിവസം വന്ന് ചൂണ്ടയിടാം, നോക്കാം.
നാദമൊക്കെ കേൾക്കുന്നുണ്ട്. അത് നല്ല രസമാണ് ഇവിടെയൊക്കെ വന്നാൽ. രാവിലെ ഒരു നമ്മളൊരു നടത്തത്തിൽ വന്നാൽ നല്ല രസമാണ്. അപ്പം പിള്ളേർ കുറച്ച് നടന്ന് ക്ഷീണിച്ച് അപ്പം അവരെന്ത് ചെയ്തു, പാർക്കിലേക്ക് വീണ്ടും കളിക്കാൻ പോയി. അപ്പം ഞാൻ ഇടുകിയിലാണ്. ഞാൻ പെട്ടെന്നൊരു കാട്ടുചെടി കണ്ട്, അതിൻ്റെ പൂക്കൾ കണ്ട് എന്ത് ഭംഗിയാന്ന്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ സൈഡുകളിലെല്ലാം ഈ പുഴയുടെ സൈഡിലെല്ലാം ഇങ്ങനെ പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ, വലിയ ഇതും. പിന്നെ ഇവിടെ പിന്നെ ഒരു മരം വെട്ടി നിർത്തിയിരിക്കുന്നതാണേലും ഒരു പിക്ചർ പെർഫെക്റ്റായിട്ടുള്ളൊരു മരം കണ്ടോ, നമുക്കിങ്ങനെ പടമൊക്കെ വരയ്ക്കാൻ തോന്നത്തില്ലേ. വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. ഇപ്പം രാവിലെ നല്ല സൂര്യൻ ഉദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജോർജ് റിവർ അങ്ങനെ ഒഴുകി കിടക്കുന്നു. അതിൻ്റെ മേലെ കൂടി ഒരു പാലം പോകുന്നില്ല, അതാണ് ഹ്യൂം ഹൈവേ. അപ്പോൾ നമ്മൾ കസൂലയിലായിരുന്നു ആ പാർക്കിൽ നിന്ന്. ഞങ്ങളിങ്ങനെ നടന്ന് വന്നിപ്പം ലിവർപൂളിലെത്തി. നിങ്ങൾ കേട്ടിട്ടില്ലേ, സിഡ്നിയിൽ ലിവർപൂൾ എന്ന് പറഞ്ഞാൽ ാണ് ഞാൻ ജോലിയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി അങ്ങോട്ട് പോയിട്ട് നോക്കാം. ഞങ്ങൾ സാധാരണ വരുമ്പോൾ പിള്ളേരുടെ സൈക്കിളും ഒക്കെ ആയിട്ട്, മറ്റേ സൈക്കിളും ഒക്കെ ആയിട്ട് വരും. സൈക്കിളിൽ എന്താ നമ്മൾ പറയുന്നത് ഇവിടെ? ബൈസൈക്കിൾ എന്നല്ലല്ലോ പറഞ്ഞു, ബൈക്ക്. ഇത് സ്കൂട്ടർ, അത് ബൈക്ക്. ഓക്കെ, നമ്മൾ സൈക്കിളിന് ഇവിടെ പിള്ളേർ പറയുന്നത് ബൈക്ക് എന്ന് പറയും. അപ്പോൾ ആ ബൈക്കും ഒക്കെ ആയിട്ട് വരും. എന്നിട്ട് നിങ്ങൾ ഇതിലെല്ലാം ഓടിക്കും. നമുക്ക് ഓടിക്കാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഊർന്നോർന്ന് പോകുന്ന ഇങ്ങനെ ഈ കമ്പിയെ കൂടെ പോകുന്നതാണ് ഫ്ലൈയിങ് ഫോക്സ്. അപ്പോൾ ഈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേരൊക്കെ ഫ്ലൈയിങ് ഫോക്സെ കളിക്കുന്നുണ്ട്. അപ്പം നമുക്കും വേണേൽ കളിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിള്ളേരൊന്നും ഇല്ലാത്തപ്പോൾ ഒന്ന് ഫ്ലൈയിങ് ഫോക്സ് കയറുന്നേ തട്ടുന്നില്ല. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും എന്താണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെപ്പോലെ കളിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വരുമ്പോൾ ആരുമൊക്കെ ഇല്ലെങ്കിൽ ഞാനും കളിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം പിള്ളേർക്കും ഇഷ്ടമാണ്. ഞാനുള്ളപ്പം പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വന്ന്. കാരണം വെച്ചാൽ അവരുടെ ഒപ്പം ഞാനും ഓടിച്ചാടി നടക്കും. അപ്പോൾ പിള്ളേർക്ക് അതൊക്കെയാണ് ഇഷ്ടം. നമ്മളമ്മമാരിങ്ങനെ നമുക്കൊത്തിരി എന്താ പറയുക, മറ്റുള്ളവർ കാണുന്നു അങ്ങനെയൊക്കെ നാണമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കുറച്ചൊക്കെ ഇവരുടെ കൂടി ഓടിച്ചാടി കഴിയുമ്പോൾ നമ്മൾ ഇവരെപ്പോലെ കൊച്ചു പിള്ളേരാകും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പം നമുക്ക് ജോലിക്കൊക്കെ പോകണം. അപ്പം അതുകൊണ്ട് ഇന്ന് നമുക്കിവിടെ നിർത്തിയാൽ ഇപ്പം നല്ല പിന്നെ അത് ഇപ്പോൾ ഒരു 11 മണിയൊക്കെ കാണുമെന്ന് തോന്നുന്നു. അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ. അപ്പം നിങ്ങൾക്ക് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാണണമെന്നും ഇവിടുത്തെ കാര്യങ്ങൾ അറിയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെന്നെ അറിയിച്ച ഏത് രീതിയിലുള്ള വീഡിയോസും ചെയ്യാൻ എനിക്കിഷ്ടമാണ്. പിന്നെ ഞാൻ വലിയൊരു ട്രാവലിങ്ങിൻ്റെ ആളല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമാണ്. പ്രഭാസ് ഹോം ആൻഡ് ഗാർഡനിൽ നമ്മൾ ഫുഡ് മാത്രമല്ല കേട്ടോ, ഫുഡും ഗാർഡനും മാത്രമല്ല, കുറേ ഐഡിയാസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടേ? വീഡിയോസിലും ആൾക്കാർ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാൻ ഇഷ്ടം. അപ്പം നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.